വെൽക്കം ടു ലക്ഷദ്വീപ്. നമ്മളിപ്പോൾ അഗത്തി ദ്വീപിലാണ് വന്നിറങ്ങിയത്. ഇവിടെയാണ് നമുക്ക് സ്റ്റേ. സ്റ്റേ ചെയ്യുന്ന വീട് ഇവിടെയാട്ടോ. ഇതാ കാണുന്നുണ്ടോ? ഇതാ നമുക്ക് ഹോം സ്റ്റേ ആണേ. നമ്മൾ 4 മുറിയുണ്ട്. 4 മുറിയിൽ എല്ലാവരും കൂടെ സ്പ്ലിറ്റ് ചെയ്താൽ താമസിക്കുന്ന. വന്നപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കറക്റ്റ് അനാർക്കലി ഫിലിമിൽ കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, മറ്റേ വീടൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് അത് തന്നെ. അപ്പോൾ നമ്മൾ റൂമിൽ കയറിയിട്ട് ഇപ്പോൾ പുറത്തോട്ട് കടയൊക്കെ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. അപ്പൊ നോക്കട്ടെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്തായാലും ഇപ്പൊ ഇരുട്ടി തുടങ്ങി. വെട്ടം എത്രത്തോളം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഞാന് പറ്റുന്ന നല്ല രസമുള്ള സ്ഥലമൊക്കെ കാണുവാണെങ്കിൽ ഞാനിതിൽ മാക്സിമം എടുക്കാൻ നോക്കാം കേട്ടോ. കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് ഇല്ല. മഴയായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കറണ്ട് പോയി കുറച്ച് നേരം ആയതേ ഉള്ളൂ കറണ്ട് വന്നിട്ട്. അപ്പോൾ ഫോൺ ചാർജിലുണ്ട്, സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പോൾ ചാർജ് ചെയ്തതേ ഉള്ളൂ. ചാർജ് ചെയ്തിപ്പോൾ എടുത്തതേ ഉള്ളൂ ഫോൺ. അതേ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷായി, എല്ലാം കഴിഞ്ഞ് ഇതാ ഇപ്പോൾ കിടക്കുവാണ്. നമുക്ക് ഇന്ന് പ്രാക്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നില്ല, നാളത്തേക്കാക്കി. രാവിലെ 7:30 പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ രാവിലെ എണീക്കണം. അപ്പോൾ ഇന്ന് രാത്രി ഇനിയിപ്പോൾ നേരെ പോയി കിടന്ന് ഉറങ്ങുവാണ്. നല്ല ടയേർഡാണ്. എന്തായാലും ഉറങ്ങട്ടെ. രാവിലെ എണീറ്റിട്ട് നമുക്ക് കാണാം. ഹലോ, ഞാനും അശ്വ ചേച്ചിയും ഗീതവും കൂടെ ഇവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കടലുണ്ട്. അപ്പോൾ അവിടെ വന്നേക്കുക. എൻ്റെ അമ്മ നമ്മൾ ഈ പച്ചയും നീലയും കൂടെ ചേർന്നിട്ടൊരു കളറുണ്ടല്ലോ, ആ കളറിൻ്റെ കളറാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഈ ഇവിടുത്തെ ബീച്ചിൻ്റെ സൈഡിൻ്റെ. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുണ്ട്. കാണിച്ചു തരാം. ഇവിടെ മണ്ണിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ. നമ്മളവിടെ ഈ ബ്രൗണിഷ് അല്ലേ, ഇവിടെ വൈറ്റ് കളറാണ്. ഇവിടെ കുറേ ബ്ലാക്കായിട്ട് കുറേ കല്ലിട്ടിട്ടുണ്ട്. അത് തിരകൾ അടിച്ചിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നാലും അത് അവിടെ വെച്ച് ആ കല്ലിട്ടേക്കുന്ന കാണാനും ഒരു ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ കടലിൽ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ എനിക്കൊന്നും ഇവിടുത്തെ ആൾക്കാർ ഇടുന്നതാണെന്ന് തോന്നുന്നു. കുറച്ച് പ്ലാസ്റ്റിക്കായിട്ട് കുപ്പികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എന്നാലും ഇവിടെ കാണാൻ എന്ത് ഭംഗിയാ. നല്ല നമ്മളവിടുത്തെ നാട്ടിൽ അവിടുത്തെ കടൽ പോലത്തെ കളറല്ല, വേറൊരു ബ്ലൂയിഷാണ്. നല്ല തിരയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ച് ദൂരം വരെ നമുക്ക് ആഴത്തിലോട്ട് പോകാൻ പറ്റും. നമുക്ക് ആഴം ഫീൽ ചെയ്യില്ല. ഒരു കൊടി വെച്ചിട്ടുണ്ട് അവിടെ, അതുവരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. അതേ ഇവിടെ അടിപൊളി നല്ല ഭംഗിയുള്ള ഷെല്ലുണ്ട്. ഇത് നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മളെടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമ്മളിത് കൊണ്ടുപോകും. ഇനിയുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഓരോ ഭംഗിയുള്ള കല്ലുകൾ ഇങ്ങനെ, കല്ലോ എന്തോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇത്.
ഹായ് ഗൈസ്, ഇതെന്തോ ഒരു മത്സ്യമാണ്. മത്സ്യം എന്തോ സംഭവമാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് മിനിക്കോയിൽ പോയപ്പോൾ ഇതേപോലെ ഒരു സാധനം കിട്ടി. എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമാണ് ഈ സാധനം, ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതിനെക്കുറിച്ച് എന്തോ പറയാം എനിക്ക്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഫുള്ള് പുഴുവും അങ്ങനെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി വെള്ളത്തിൽ കൊണ്ട് കഴുകി ഫ്രഷാക്കി കൊണ്ടുവന്ന്. നോക്കൂ ഗൈസ്, ഇത് ഇവിടുത്തെ ചേച്ചിയാണ്. ഇതാ ഈ വീട്ടിൽ താമസിക്കുന്ന ചേച്ചിയാണ്. അവര് ഇതേപോലെ ഇവിടെ കാണുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുവാണ്. നല്ല രസമുണ്ട് ഇത്. കാണിക്കടി, ഇതെന്റെ അതിന്റെ ബ്ലൂ കളർ ഇവിടെ ഇങ്ങനെ ഇറങ്ങും. ബ്ലൂ കളർ ഇതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാണ്. നമ്മളെ പോലീസ് പിടിക്കില്ലല്ലോ. ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് 2 ചേച്ചിമാര്, മോള്. ഇവിടെ ഷെല്ലൊക്കെ തപ്പി നടന്നപ്പോഴത്തേക്ക് ഈ ചേച്ചി നമുക്ക് കുറേ ഷെല്ലൊക്കെ കാണിച്ച് നമുക്കത് ഗിഫ്റ്റ് ചെയ്ത് നമ്മളിവിടെ ഇപ്പോൾ ഉണക്കാൻ വെച്ചേക്കൊണ്ട് പോവാൻ നേരത്ത് കൊണ്ടുപോയാൽ മതി, പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ഇവിടെ രാത്രി വെള്ളം ഇപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഇറങ്ങാൻ പറ്റും, പക്ഷെ ആഴം കുറച്ച് കൂടുതലായിരിക്കും. രാത്രിയല്ലേ അത്? രാത്രി കൂടും. വൈകിട്ട് 5 മണി സമയത്ത് ഒട്ടും ആഴം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല രസമാണ്. ഇവിടെ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയല്ലേ? എങ്ങനെയുണ്ട് ലക്ഷദ്വീപിലെ എക്സ്പീരിയൻസ്? അടിപൊളി, നല്ല സ്ഥലം, ഒന്നുമില്ല. കള്ളന്മാരില്ല, പാമ്പില്ല അല്ലേ? ഓ, പാമ്പില്ല ഇവിടെ, പാമ്പില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ലക്ഷദ്വീപ് കാണുന്നത്, എനിക്ക് വരണമെന്ന് ആഗ്രഹം തോന്നിയ അനാർക്കലി ഫിലിം ഉണ്ടല്ലോ, പൃഥ്വിരാജിന്റെ. അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ലക്ഷദ്വീപിൽ വരണമെന്ന്. അപ്പോഴാ എനിക്ക്, പിന്നെ അതങ്ങ് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു പ്രോഗ്രാം വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റി. ഇവിടുത്തെ മനുഷ്യർ അടിപൊളിയാണ് കേട്ടോ. അതാ പിള്ളേരൊക്കെ ഭയങ്കര സ്വീറ്റാണ്, സ്നേഹമുള്ളവരാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. എന്തായാലും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമ്മളെ സംസാരം പോലെയല്ല, മലയാളം വേറൊരു മലയാളം ശൈലിയാണ്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട് കേൾക്കാൻ. എന്തായാലും നമ്മൾ വരാം ഇങ്ങോട്ട്, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരാം. ബൈ പറ, ബൈ ബൈ മോളെ, ബൈ. ഞങ്ങള് ഗേൾസ് എല്ലാവരും കൂടെ ഇപ്പോൾ നമ്മൾ സ്റ്റേജ് റിഹേഴ്സലിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളടുത്ത് കുറച്ച് അങ്ങോട്ടൊരു ബീച്ച് സൈഡുണ്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞ്. കുറേ നേരമായി വന്നിട്ട് 1 മണിക്കൂറോളമായി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എല്ലാവരും ബോറടിച്ചിരിക്കുമായിരുന്നു. അതായത് ഇപ്പം നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നെ ചായ കുടിക്കണം. എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഈ കുരു എന്നെ ചതിച്ചു ഗൈസ്. എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നതും ഈ ഇതുപോലത്തെ കുരു എല്ലാ പെൺപിള്ളേർക്കും ഉള്ള അവസ്ഥയാണ് അല്ലേ അത്? പക്ഷെ നല്ല ചുമന്ന് നിൽക്കണം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ സ്റ്റേജ് റിഹേഴ്സൽ ചെയ്യാനാണ് വന്നത്. അപ്പോൾ അവിടെ സ്റ്റേജിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ വെച്ചിട്ട് റിഹേഴ്സൽ, അത് 45 മിനിറ്റ്സ് ത്രൂ ഔട്ട് പോകുന്ന സെഗ്മെൻ്റാണ് ഉള്ളത്. അതിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും, ചെണ്ടമേള, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പം ഓരോന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മൾ പ്രോഗ്രാം ഹെഡിൻ്റെ മുന്നിൽ പെർഫോം ചെയ്ത് കൊടുക്കണം. പുള്ളിക്കാരൻ ഇച്ചിരി ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാലും തെറ്റൊക്കെ ചെയ്യുമെന്ന് തോന്നണം. എക്സ്പ്രഷനൊക്കെ ഇട്ട് ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നോക്കാം.
നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കര മഴ. അപ്പം എൻ്റെ 11ാമത്തെ ഐറ്റമായിരുന്നു. നമ്മൾ സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല മഴ കാരണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇതാ ചായക്കട. ഇവിടെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് കാണി. നമ്മളെല്ലാവരും ചായ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റേജിലോട്ട് പോകും. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് പോകും എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അല്ലേ? അതെ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ചായ. നമ്മൾ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ചായ വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ ചായ വന്നില്ല. ഇന്ന് ക്ലാസിക്കൽ അങ്ങനത്തെ ഒരു ടൈപ്പ് കളിക്കുന്നത് കൊണ്ട് ചുരിദാറൊക്കെ ഇട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ചുരിദാർ മണികളാണെന്ന്. എന്തായാലും ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അറിയാം ഇനി എത്രത്തോളം. എൻ്റെ പ്രോപ്പർട്ടിയാണ് ഗൈസ്, ഇതല്ല പ്രോപ്പർട്ടി, ഇത് നമ്മൾ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി മാത്രം നമ്മൾ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതാണ് പ്രോപ്പർട്ടി. ഇതിട്ട് ആട്ടി ഞാൻ ഒരു ഫോക്ക് ടൈപ്പാണ്. പെൺകൊമരം എന്നാണ് ഞാൻ ചെയ്യുന്ന പെർഫോമൻസിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം അത് ചെയ്യുന്നത്. അതൊരു നമ്മളെ വെളിച്ചപ്പാട് തുള്ളത്തില്ലേ, അതിൻ്റെ പെണ്ണുങ്ങളുടെ വെർഷൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് വെരി ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുവാണ്. എന്തായാലും നാടൻ കലാരൂപങ്ങളുടെ ഒരു ഐറ്റമാണ് ഞാൻ ചെയ്യുന്നത്. എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എന്നെ സംബന്ധിച്ച് എത്രത്തോളം എനിക്ക് ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എല്ലാ പ്രോഗ്രാം ചെയ്തിട്ട് പറയാം ഞാൻ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന്. എനിവേ സ്റ്റെപ്പെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. സ്റ്റെപ്പായിട്ടൊന്നുമില്ല, ഇവരുടെ ഈ തുള്ളൽ ശൈലി, ആ ഒരു രീതിയുണ്ട്, ആ രീതി ഒന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ. എനിവേയ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റേജ് റിഹേഴ്സലും കൂടെ ചെയ്തിട്ട് കാണാം. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്തി. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ ഇതിലുണ്ടായിരുന്നു. വേറെ പുറത്തോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല. പ്രാക്ടീസും കാര്യങ്ങളും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലുള്ള ബീച്ചിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു, ഫ്രഷായി, ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ലക്ഷദ്വീപിലെ ഡേ 1. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.